ഹലോ, നമുക്കിന്ന് കുറച്ച് വോൾ പോസ്റ്റർ ചെയ്താലോ? ഞാൻ ഇതിനെടുത്തേക്കുന്ന പേപ്പർ വാട്ടർ കളറിൻ്റെ പേപ്പറാണേ. നോർമൽ പേപ്പറിലും ചെയ്യാം. എന്നാൽ പിന്നെ വാട്ടർ കളറിൻ്റെ പേപ്പർ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് ചെയ്തത്. ആദ്യം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫിഗറും കോട്ടുമൊക്കെ എടുത്തിട്ട് അത് പെൻസിൽ വെച്ച് വരച്ച് പിന്നെ മാർക്കർ വെച്ചത് ട്രേസ് ചെയ്യുമായിരുന്നു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ മിസ്സായിപ്പോയി. അതുകൊണ്ട് എനിക്കത് ഇതിനകത്ത് ചേർക്കാൻ പറ്റിയില്ല. ആദ്യം ഈ ഫിഗറായിരുന്നു ചെയ്തത്. ഞാൻ ആദ്യം ആ ഡോട്ടിനൊന്നും കളർ കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ ചെയ്തിട്ടാണ് ആ ഡോട്ടെല്ലാം ബ്ലാക്ക് ആക്കിയത്. ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫിഗേഴ്സ് അതുപോലെ വരച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതുപോലെ കളർ ചെയ്ത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിഗർ ഇത്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഫുള്ള് കളർ കൊടുക്കുമല്ലായിരുന്നു. കുറച്ചിങ്ങനെ വര പോലെ കൊടുത്തിട്ട് എന്തോ വര ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി. അങ്ങനെ വര കൊടുത്തിട്ട് പിന്നെ മാർക്കർ വെച്ചിട്ട് ബോർഡർ ചെയ്യുമായിരുന്നു. മാർക്കർ വെച്ച് ഇങ്ങനെ ബോർഡർ ചെയ്യുമ്പം എന്തോ ഒരു ജീവൻ കിട്ടുമല്ലുണ്ടായിരുന്നു ഫ്ലവറിന്. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ അത് ചെയ്തു. പിന്നെ അതിന് അതിൻ്റെ ഗ്രീൻ ലീഫിനെല്ലാം കളർ കൊടുത്തു. പിന്നെ അടുത്ത ഫിഗർ എടുത്തപ്പോൾ ഇതും അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഗറാണ്. ഇതിൻ്റെ നമുക്ക് കാണുന്ന ഭാഗത്ത് ഞാൻ ലൈറ്റ് പിങ്കും കാണാത്ത ഭാഗത്ത് ഞാൻ ഇച്ചിരി ഡാർക്കായിട്ടുള്ള പിങ്കും എന്ന് വെച്ചാൽ പുറവശം ഉണ്ടല്ലോ മുട്ടായിട്ടിരിക്കുന്നത് അതിനെല്ലാം ഇച്ചിരി ഡാർക്ക് കളറും കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് അതും ഇതുപോലെ മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഞാൻ ഫിഗറൊക്കെ ഇതുപോലെ പോസ്റ്ററെല്ലാം വരച്ചിട്ട് ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടില്ല. കുറച്ച് വർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിട്ടുണ്ട് അത് പോസ്റ്ററും കൂടെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ഇടാവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഔട്ടർ ലൈനും വരച്ചു. ഇത്രയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ എന്തുണ്ട് ഈ ഫിഗറിന് പെയിൻറ്റ് കൊടുക്കുന്ന പെൻസിൽ കളറാണ് ചെറിയ ചെറിയ ലൈൻ കൊടുത്തേക്കുന്നത്.